ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു പാവയ്ക്ക തോട്ടത്തിലാണ്. എൻ്റെ പുറകിൽ നോക്കാം, നിങ്ങൾക്ക് കാണാം പാവയ്ക്കയാണ് ഉണ്ടായി കിടക്കുന്നത്. നല്ല തനി നാടൻ, അതായത് ജൈവ വളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയൊരു പാവൽത്തോട്ടമാണ് ഇത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ മുട്ടത്തിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. നമ്മുടെ ജ്യോതി കുമാർ ചേട്ടൻ്റെ പാവൽത്തോട്ടത്തിലാണ് നമ്മൾ വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പയർ ആണ് ചെയ്തത്, പയർ മെഴുക്കുപുരട്ടി. അന്ന് നമ്മൾ ചെയ്ത പയർ തോട്ടത്തിൽ വെച്ചിട്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ചേട്ടനെ തന്നെ സെയിം പാവയ്ക്ക തോട്ടത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാവലിനെ പറ്റി ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും. ഇത് മായ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾക്ക് കൃഷി ചെയ്തിരിക്കുന്നത്. തികച്ചും ഇത് ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. പാവലിൻ്റെ ഇലക്കെല്ലാം എന്ന് വെച്ചാൽ കുറേ കേടുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അത് തികച്ചും ജൈവമായത് കൊണ്ടിട്ടാണ് മാത്രമാണ് അങ്ങനെ കേടുകൾ വരാനായിട്ട് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇന്നത്തെ പാവലിൻ്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ ജ്യോതികുമാർ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ആർക്കെങ്കിലും സദ്യാവശ്യങ്ങൾക്കായിട്ട് ബൾക്കായിട്ട് പച്ചക്കറികൾ വേണമെങ്കിൽ ചേട്ടനെ വിളിക്കാവുന്നതാണ്. നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവമായ പാവയ്ക്ക മെഴുക്കുപുരട്ടി, തനി നാടൻ പാവയ്ക്ക മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 3 പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ്, മുളകുപൊടി, വെളിച്ചെണ്ണ, വെള്ളം, സവാള, ഒരു സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 3-4 പച്ചമുളക് എടുക്കണം. ഞാൻ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിത് മെഴുക്ക് വെട്ടുമ്പോൾ പെട്ടെന്ന് വലിഞ്ഞു കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അടുപ്പ് കത്തിച്ച് അടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇടുമ്പോൾ നമ്മൾ അല്പം കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നാൽ പാവയ്ക്കയാണ്, അപ്പോൾ നല്ല കയ്പുണ്ടാവും. അതനുസരിച്ച് ഉപ്പൊരല്പം കൂടുതൽ വേണം മെഴുക്ക് പുരട്ടുമ്പോൾ ഇട്ട് കൊടുക്കാൻ. 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ തേങ്ങ ചേർക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അത് ഓപ്ഷണലാണ്. തേങ്ങാക്കൊത്ത് പാവയ്ക്കയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. ചെറിയൊരു മധുരവും കയ്പൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളകുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അല്പം എരിവ് കൂടുതൽ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഭവമായ പാവയ്ക്ക മെഴുക്ക് പുരട്ടി തനിനാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതുമയാർന്ന പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.